ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും? മധുരം കഴിക്കേണ്ടെന്ന് വിചാരിക്കുന്നത്. ഈ സ്റ്റെപ്പിൽ സക്സസ് ആകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, മധുരം മുഴുവനായിട്ട് നിർത്തിയാൽ തല കറങ്ങത്തില്ലേ? മധുരം നിർത്തുക എന്ന് വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മധുരം നിർത്തിയാൽ വണ്ണം കുറയുന്നത്? നമ്മുടെ ബോഡിക്ക് പ്രവർത്തിക്കാനായിട്ട് എനർജി വേണമല്ലോ. ഈ എനർജി കിട്ടുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരുപാട് ഷുഗറൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വയറിൽ ചെന്നിട്ട് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ആകും. ഈ ഗ്ലൂക്കോസിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് എത്രയാണോ ആവശ്യം എന്നുള്ളത് എടുത്ത് അത് യൂട്ടിലൈസ് ചെയ്യും എനർജിക്ക് വേണ്ടിയിട്ട്. ഈ ബാക്കിയുള്ള ഗ്ലൂക്കോസോ, എന്തായാലും നമ്മൾ ഒരുപാട് ഷുഗറൊക്കെ കഴിക്കുമ്പോൾ എക്സസ് ഗ്ലൂക്കോസ് ഉണ്ടാവുമല്ലേ, ആ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ സഹായത്തോടെ ഫാറ്റായിട്ട് ബോഡി കൺവേർട്ട് ചെയ്യും. ഈ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത്. സോ നമ്മൾ ഗ്ലൂക്കോസ് കൊടുക്കാണ്ടിരുന്നാലോ, അതായത് ഷുഗർ കൊടുക്കാണ്ടിരുന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിക്ക് പ്രവർത്തിക്കാനായിട്ട് എനർജിക്ക് വേണ്ടിയിട്ട് ഈ ഗ്ലൂക്കോസ് കിട്ടാതാവുമ്പോഴത്തേക്ക് ബോഡി ചെന്നിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റ് ഉണ്ടല്ലോ, ഈ ഫാറ്റിനെ എടുത്തിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഷുഗർ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ വെയിറ്റ് കുറയാനായിട്ട് തുടങ്ങുന്നത്. ഇനി പലർക്കും ഉള്ളൊരു പ്രശ്നം, ഷുഗർ സ്റ്റോപ്പ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അതിന് പറ്റുന്നില്ല. ഷുഗർ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിർത്തുമ്പോഴത്തേക്ക് ഭയങ്കര തലവേദന വരുന്നു, റെസ്റ്റ്ലെസ്നെസ് തോന്നുന്നു. ഇതിന് കാരണം നമ്മൾ ഷുഗർ കഴിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ബോഡിയിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ സെക്രീറ്റ് ആകും. ഇതിൻ്റെ മറ്റൊരു പേര് ഹാപ്പി ഹോർമോൺ എന്നാണ്. ഇതിൻ്റെ അഡിക്ഷൻ കാരണമാണ് നമുക്ക് ഈ മധുരം നിർത്താൻ പറ്റാത്തത്. ഓരോ തവണ ഷുഗർ കഴിക്കുമ്പോഴും കൂടുതൽ കഴിക്കണമെന്ന് തോന്നും. ഈ 1-2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഡോപ്പമിൻ സെക്രീഷൻ കുറയുകയും ഭയങ്കര തലവേദന വരും. ചിലർക്ക് ഭയങ്കരമായിട്ട് ഷുഗർ കഴിക്കണം എന്നുള്ള ക്രേവിങ് ഉണ്ടാവും, റെസ്റ്റ്ലെസ്നെസ് തോന്നാം, ഭയങ്കര സങ്കടം വരാം ആൾക്കാരിൽ, തല കറങ്ങുന്നതായിട്ടൊക്കെ തോന്നാം. ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ്സ് കഴിക്കുന്നത് നമുക്ക് കുറച്ച് ആശ്വാസം തരും. അതിൽ ഷുഗർ ഉണ്ട്, നാച്ചുറൽ ഷുഗറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഷുഗർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ ഇല്ല. എല്ലാവർക്കും ഷുഗർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് മധുരം അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ചോറ് കഴിക്കുമ്പോഴും എന്തെങ്കിലും മധുരമുള്ളത് കൂടെ എടുത്തു വെച്ചിട്ട് കഴിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോ സംശയങ്ങളിലോട്ട് പോവാം. ഈ ഷുഗർ നിർത്തണം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നിർത്തേണ്ടത്? മനുഷ്യനുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിൽ നമ്മൾ വായിലോട്ട് വയ്ക്കുമ്പോൾ മധുരം തോന്നുന്ന എല്ലാ സാധനങ്ങളും സ്റ്റോപ്പ് ചെയ്യണം. എക്സാമ്പിൾ പറഞ്ഞുതരാം. കേക്ക്, ലഡു, അങ്ങനത്തെ ബേക്കറി ഐറ്റംസ്, ബ്രെഡ്, കെച്ചപ്പ്, മയണീസിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. മയണീസ് അല്ലെങ്കിൽ തന്നെ കൊള്ളത്തില്ല. പിന്നെ സോഡ, ബിസ്ക്കറ്റ്, ഐസ്ക്രീം, പാക്ഡ് ഫുഡ് ഐറ്റംസ്, എല്ലാ പാക്കറ്റിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും. അതിനകത്ത് ഷുഗർ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരുവിധം നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ കിട്ടും എന്തിലൊക്കെ ഷുഗർ ഉണ്ടാകും എന്നുള്ളത്. ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് ചോക്ലേറ്റ്സ് ആണ്. കാര്യം നമുക്ക് ഈ ഷുഗറൊക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങി വയ്ക്കും. വല്ലപ്പോഴും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി വായിലിടാമല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങി വയ്ക്കുന്നത്. പക്ഷേ ഇത് നമ്മളിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പീസ് കഴിക്കുമ്പോൾ വീണ്ടും ഒരു പീസ് കൂടെ കഴിക്കാനായിട്ട് തോന്നും. നമുക്ക് ഈ ഷുഗറിൻ്റെ അടുത്തുള്ള ക്രേവിങ് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കുന്നത്, പഞ്ചസാര ആഡ് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്, ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്യണം. ഇനി ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, ഫ്രൂട്ട്സ് കഴിക്കാമോ? ഷുഗർ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൽ ഷുഗർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഫ്രൂട്ട്സിലുള്ളതെന്ന് പറയുന്നത് നാച്ചുറൽ ഷുഗറാണ്. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ഈ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയാൽ തല കറങ്ങില്ലേ എന്നുള്ള ചോദ്യത്തിനും ഇതിൻ്റെ കൂടെ തന്നെ ഉത്തരവുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതിലൊക്കെ ഷുഗർ ഉണ്ട്. അതുപോലെ തന്നെ ചോറിലുണ്ട്, തൈരിലുണ്ട്. ഇതുപോലെ നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ആഹാര സാധനങ്ങളിലൊക്കെ തന്നെ ഷുഗർ ഉണ്ട്. ഈ ഷുഗർ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ആകും. ഇത് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യും. ഇതുകൊണ്ട് നമുക്ക് തല കറങ്ങില്ല. നമ്മളുടെ ബോഡിക്ക് ഗ്ലൂക്കോസ് അല്ലേ വേണ്ടത്? അത് നാച്ചുറൽ സോഴ്സിൽ നിന്നും കിട്ടുമല്ലോ. നമ്മൾ ഈ പ്രോസസ്ഡ് ഷുഗർ കഴിച്ചാൽ മാത്രമേ ഗ്ലൂക്കോസായിട്ട് അത് കൺവേർട്ടായി എനർജി കിട്ടുള്ളൂ എന്നില്ലല്ലോ. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം, എല്ലാ വെജിറ്റബിൾസും കഴിക്കാം. അതിൽ എക്സെപ്ഷണൽ എന്ന് പറയുന്നത് ഡേറ്റ്സ്, പിയർ, മാംഗോ, ഇത്തരം ഫ്രൂട്ട്സ് ആണ്. സപ്പോട്ട, ഇതിലൊക്കെ ഷുഗറിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്കൊരു സഡൻ വെയിറ്റ് ലോസ് ആണ് വേണം എന്നുണ്ടെങ്കിൽ ഈ 4 ഫ്രൂട്ട്സും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല നമുക്ക് ഗ്രാജ്വലി വെയിറ്റ് ലോസ് സംഭവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ കഴിക്കാം. റൈസും കഴിക്കാം, ഒരു കുഴപ്പമില്ല.
അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാമെന്നുള്ള സംശയം മാറി, തലകറക്കത്തിൻ്റെ സംശയവും മാറി. പിന്നെ പലരും ചോദിക്കുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, എങ്കിൽ പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ കഴിക്കാമല്ലേ, അല്ലെങ്കിൽ ശർക്കര കഴിക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഈ ശർക്കരയും ബ്രൗൺ ഷുഗറും ഒക്കെ തന്നെ ഓരോ ഫോംസ് ഓഫ് ഷുഗറാണ്. പഞ്ചസാര കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഫക്റ്റാണോ ബോഡിക്ക് തരുന്നത് അത് തന്നെയാണ് ശർക്കരയും ബ്രൗൺ ഷുഗറും ഒക്കെ തരുന്നത്. ശർക്കരയിലൊക്കെ ഒരു അയണിൻ്റെ കണ്ടൻറ്റ്, കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ് എങ്കിലും അതൊക്കെ ഒരുപാട് ശർക്കര കഴിച്ചാൽ മാത്രമേ അത്ര അയണും കാൽഷ്യം ഒക്കെ കിട്ടത്തുള്ളൂ. ഇനി ഹണി കഴിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക തേനിൽ ഷുഗർ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് അതും അവോയ്ഡ് ചെയ്യണം. അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തേൻ എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ട്, നല്ല പ്യുവർ തേനാണെന്ന് നല്ല വിശ്വാസമുള്ള ഒരു സോഴ്സിൽ നിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മധുരം കഴിക്കും തോറും നമുക്ക്, മുന്നേ ഞാൻ ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ട്രിഗർ ആയിക്കൊണ്ടിരിക്കും. ഈ മധുരം മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതല്ല, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരാൾക്ക് മധുരം കഴിക്കണം എന്നുള്ള തോന്നൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. പിന്നെ അവർക്ക് ആ മധുരത്തിനോടുള്ളൊരു ആർത്തി കാണത്തില്ല. പക്ഷേ തേൻ എന്ന ഫോമിൽ നമ്മളിങ്ങനെ മധുരം കൊടുത്തുകൊണ്ടിരുന്നാലുള്ള പ്രശ്നം, നമുക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ, എന്തെങ്കിലും ഇന്നൊരു ദിവസം മധുരം കഴിക്കാം അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. പക്ഷേ ഫ്രൂട്ട്സ് അത് ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് തേനും സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാവർക്കും ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ബ്ലഡ് ഷുഗർ ലെവൽ ഡ്രോപ്പ് ആകുന്ന കണ്ടീഷൻ ഉള്ള ആൾക്കാരിലും ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരിലും ഇത് ഫോളോ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ എന്ത് അഡ്വൈസാണോ തരുന്നത് അതനുസരിച്ചിട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം പലരും ചോദിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങൾ ഡോക്ടറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഡെൻറ്റൽ സർജനാണ്, സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി ഈ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് വെയിറ്റ് ലോസ് മാത്രമല്ല സംഭവിക്കുന്നത്, ഓവറോൾ നമ്മുടെ ഹെൽത്തിന് അത് നല്ലതാണ്. ഡയബറ്റീസിൻ്റെ റിസ്ക് കുറയും, ബാഡ് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നട്ട്സൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റി ലിവർ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. പല ടൈപ്പ് ഓഫ് ക്യാൻസറിൻ്റെ റിസ്ക് കുറയും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആകാനായിട്ട് തുടങ്ങും. സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡാർക്ക് സർക്കിൾസ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളുടെ എനർജി ഓവറോളായിട്ട് ബൂസ്റ്റപ്പ് ആകും. മെമ്മറി പവർ കൂടുമെന്ന് പല സ്റ്റഡീസിലും പറയുന്നുണ്ട്. നല്ല രീതിക്ക് നമുക്ക് ഉറക്കം കിട്ടും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷുഗർ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഉറക്കം തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ ഇമ്പ്രൂവ് ആവും. ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ ഷുഗർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ 1-2 ടിപ്സ് പറയാം അതിനായിട്ട്. ഫസ്റ്റ് ഡേ തന്നെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട. ആദ്യത്തെ ഒരു 2 ദിവസം നിങ്ങൾ എത്ര ഷുഗറാണോ കഴിക്കുന്നത് അതൊന്ന് കുറച്ചാൽ മതി. അതായത് രാവിലെ 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ചായ കുടിക്കും, ഈവനിങ്ങും അതുപോലെ തന്നെ കുടിക്കും, ഇടയിൽ കേക്ക്, ബിസ്ക്കറ്റ് അതൊക്കെ കഴിക്കും എന്നാണെങ്കിൽ ഈ 2 സ്പൂൺ എന്നുള്ളതിന് പകരം 1 സ്പൂൺ ഇട്ടിട്ട് അന്ന് ചായ കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെ പല സ്നാക്സ് കഴിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ചായയിൽ 1/2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുടിക്കണം. അതുപോലെ തന്നെ 3 ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ബിസ്ക്കറ്റിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി. വൺസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇച്ചിരിയല്ലേ കഴിക്കുന്നുള്ളൂ, ഇന്നൊരു ദിവസം കഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് കഴിക്കാൻ പാടില്ല. ഇത്തിരി കഴിച്ചാൽ പോലും നമുക്ക് വീണ്ടും ആ ക്രേവിങ് വരും. പ്രോട്ടീനൊക്കെ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. വെറുതെ ഈ ഷുഗറിന് വേണ്ടി ക്രേവിങ് തോന്നിക്കൊണ്ടിരിക്കത്തില്ല. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മുട്ട, ചിക്കൻ, മട്ടൺ, പനീർ, പൾസസ് എല്ലാം കഴിക്കാം. പയർ, കടല, ഇതൊക്കെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതൊക്കെ നമ്മൾ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഷുഗർ കഴിക്കണം എന്നുള്ള ക്രേവിങ് കുറയും. വീണ്ടും ഷുഗർ കഴിക്കണമെന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊരു ഫ്രൂട്ട് കഴിക്കാം. നല്ല മധുരമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, പപ്പായയോ അല്ലെ പിന്നെ ഓറഞ്ചോ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രേവിങ് കുറച്ചൊക്കെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. ഇതൊക്കെ അല്ലാണ്ട് ബെസ്റ്റ് മോട്ടിവേഷൻ എന്താണെന്ന് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്? അതൊന്ന് ഓർത്താൽ മതി. അവരുടെ മുന്നിൽ ഞാൻ മെലിഞ്ഞ് കാണിച്ചിട്ടേ ഉള്ളൂ അടുത്ത കാര്യം എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ ഷുഗർ തൊടത്തില്ല. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.